ന്യൂസ് 16 കേരള. കിടപ്പിലായ ഭർത്താവിനെ ഒരു കുഞ്ഞിനെ പോലെ പരിചരിച്ചത് 6 വർഷം. സുഖം പ്രാപിച്ചതിന് പിന്നാലെ വിവാഹമോചനം. നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷനാണോ? ഭാരം കൂടി പോയി റീപാക്കിംഗ്? എന്നാ ഇനി ടെൻഷൻ വേണ്ട. നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. എയർ ആൻഡ് സീ കാർഗോ, കൊറിയർ സർവീസ്, റോഡ് ഫ്ലൈറ്റിംഗ്. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. അപ്പോ ഇനി ടെൻഷൻ വേണ്ട. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. കാറപകടത്തിൽപ്പെട്ട് തളർന്നു കിടന്ന ഭർത്താവിനെ 6 വർഷത്തോളം ഒരു കുഞ്ഞിനെ പോലെ പരിചരിച്ചു. പക്ഷേ സുഖം പ്രാപിച്ച ഭർത്താവ് ഭാര്യയെ വിവാഹമോചനം ചെയ്തു. പുതിയ വിവാഹത്തിന് അഭിനന്ദനം അറിയിച്ച മുൻ ഭാര്യ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച സന്ദേശത്തിലൂടെയാണ് മറ്റുള്ളവർ ഈ കഥ അറിയുന്നത്. മലേഷ്യക്കാരിയായ നൂറുൽ സിയസ്വാനിക്കാണ് ഇത്തരമൊരു ദുരനുഭവം നേരിടേണ്ടി വന്നത്. അപകടത്തിൽ നിന്നും പരിക്കേറ്റ് 6 വർഷത്തോളം പരിചരിച്ച ഭാര്യയെ ഉപേക്ഷിച്ചയാളെ സമൂഹ മാധ്യമ ഉപയോക്താക്കൾ രൂക്ഷമായി വിമർശിച്ചു. 2016 നൂറുൽ സയാസ്വാനി വിവാഹം കഴിക്കുന്നത്. വിവാഹിതരായെങ്കിലും ജോലിയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും 2 നഗരങ്ങളിലായിരുന്നു ജീവിച്ചിരുന്നത്. എന്നാൽ ഇതിനിടെ ഭർത്താവ് ഒരു കാർ അപകടത്തിൽപ്പെടുകയും അംഗവൈകല്യം സംഭവിച്ച് ആശുപത്രി കിടക്കയിലാവുകയും ചെയ്തെന്ന് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നീട് അങ്ങോട്ട് 6 വർഷത്തോളം നൂറുൽ സയാസ്വാനി അദ്ദേഹത്തെ പരിചരിച്ചു. അവർ തന്റെ ഭർത്താവിനെന്നും ഒരു നാസോഗാസ്ട്രിക് ട്യൂബ് വഴി ഭക്ഷണം നൽകി, കുളിപ്പിച്ചു, ഡയപ്പറുകൾ മാറ്റി. ഇതിനിടയിൽ ഇരുവർക്കും ഒരാൺകുഞ്ഞ് പിറന്നു. 2019 നൂറുൽ സയാസ്വാനി തന്റെ പരിചരണാനുഭവങ്ങളെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ സംസാരിക്കാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് ധാരാളം ആരാധകരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ഫേസ്ബുക്കിൽ 32,000-ഓളം ഫോളോവേഴ്സ് എത്തി. ഇതിനിടയിൽ ഭർത്താവ് സുഖം പ്രാപിച്ചതും ആശുപത്രി കിടക്ക വിട്ട് എഴുന്നേറ്റതും. പക്ഷേ അദ്ദേഹം മറ്റൊരു വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും അതിനെ തുടർന്ന് നൂറുൽ സയാസ്വാനിയെ വിവാഹമോചനം ചെയ്തു. തന്റെ സമൂഹ മാധ്യമ പോസ്റ്റിൽ മുൻ ഭർത്താവിനെ പരിചരിക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് നൂറുൽ സയാസ്വാനി ഇങ്ങനെ എഴുതി: എന്റെ ഭർത്താവിന് അഭിനന്ദനങ്ങൾ. നിങ്ങൾ തെരഞ്ഞെടുത്ത ഒരാളിൽ നിങ്ങൾ സന്തുഷ്ടനാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐഫ ഐസാം, ദയവായി ഞാൻ ചെയ്തതുപോലെ അദ്ദേഹത്തെ നന്നായി പരിപാലിക്കുക. ഞാൻ അദ്ദേഹത്തിന്റെ കാര്യം പൂർത്തിയാക്കി. ഇനി ചുമതലയേൽക്കാനുള്ള നിങ്ങളുടെ ഊഴമാണ്. അവർ ഭർത്താവിന്റെ പുതിയ ഭാര്യയെ ഓർമ്മപ്പെടുത്തി. എന്നാൽ സമൂഹ മാധ്യമ ഉപയോക്താക്കൾ നൂറുലിന്റെ ഭർത്താവിനെതിരെ തിരിഞ്ഞു. രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു പിന്നാലെ ഉണ്ടായത്. ഇതോടെ നൂറുൽ സയാസ്വാനി തന്റെ സമൂഹ മാധ്യമ പോസ്റ്റ് പിൻവലിച്ചു. 2024 ഒക്ടോബർ 6 താനും ഭർത്താവും വിവാഹമോചനം നേടിയതായി നൂറുൽ സയാസ്വാനി മറ്റൊരു പോസ്റ്റിൽ പരാമർശിച്ചിരുന്നു. അതേസമയം മകനെ ഒരുമിച്ച് വളർത്തുന്നത് തുടരുമെന്നും അവരെഴുതി. നൂറുൽ സയാസ്വാനിയെ വിവാഹമോചനം ചെയ്ത ഭർത്താവ് ഒരാഴ്ചയ്ക്കുള്ളിൽ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഒരു ഭർത്താവ് എന്ന നിലയിൽ അയാൾ തന്റെ കടമകൾ നിറവേറ്റിയെന്ന് താൻ കരുതുന്നില്ല. ഹൃദയമില്ലാത്തതുപോലെ ഒരാൾക്ക് എങ്ങനെ ഇത്ര നന്ദി കെട്ടവാനാകാൻ കഴിയുമെന്നായിരുന്നു ഒരു കാഴ്ചക്കാരൻ എഴുതിയത്. അയാൾ കുറഞ്ഞത് 6 വർഷം അവളെ പരിചരിക്കണമെന്നും മറ്റു ചിലർ എഴുതി. നൂറുൽ സയാസ്വാനിക്ക് മികച്ച ഒരു ഭർത്താവിനെ ലഭിക്കുമെന്ന് മറ്റു ചിലർ ആശംസിച്ചു. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.